ഫാമിലി വീക്ക് വന്നതോട് കൂടിയിട്ട് സത്യം പറയട്ടെ നല്ല രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഗിസേലിന്റെ അമ്മ വന്നിട്ട് കുറച്ച് കോമഡികൾ ഉണ്ടായി. അതേപോലെ തന്നെ ഷാനവാസിന്റെ മകള് വന്നിട്ട് എല്ലാവരും ഓണാക്കി. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കേട്ടോ പെരുമാറ്റങ്ങളൊക്കെ. ഭയങ്കര രസമാണ് എന്നുള്ളതാണ്. അതിൽ ആര്യന്റെ അമ്മ ആദിലയെയും നൂറയും തന്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു ഡ്രാമയൊക്കെ അവിടെ കളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പക്ഷേ അത് ആര്യനെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കളിയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ നിൽക്കട്ടെ. ആര്യന്റെ അമ്മയും അതുപോലെ ഗിസേലിന്റെ അമ്മയും രണ്ടുപേരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുമിച്ച് ഒട്ടി ഇരുമിയുള്ള ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചാളേ എന്നുള്ളത്. അതോട് കൂടിയിട്ട് ആര്യന് കാര്യം മനസ്സിലായി. പുറത്തു നിന്ന് വന്ന ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നമുക്ക് നേരെ കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകാം. അക്ബറിന്റെ അടുത്തേക്ക് ആര്യം വന്ന് സംസാരിക്കുന്നതാണ് കാണാം. ബെഡിനവിടെ ആരുമില്ലല്ലോ, ഞങ്ങൾ വരാം. ജഡ്ജ്മെന്റിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ നീ മാറി കിടക്കുമ്പോ അതൊരു എന്തുവാണത്, ടോക്കണൊക്കെയാണത്. അല്ല, അങ്ങനെ നീ പേടിച്ചിട്ട് ഇതാവണ്ടാക്കണം. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ അവിടെ തന്നെ കിടക്കും. എന്ത് ടോക്കണത്? അടിപൊളി അടിപൊളി. ആരെ പറയണ? അക്ബറാണ് പറയണത്. മാറിയിരുന്ന് ഒനിയലിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞതാ. ചെക്കൻ കയ്യിൽ നിന്ന് പോയിട്ടാ ആ പെണ്ണിന്റെ പിന്നാലെ കൊള്ളു. അവളുടെ അടിവസ്ത്രം പോലും കഴുകിയെടുക്കലാണ് ഓന്റെ പണി. ഇതൊക്കെ കിടന്ന് പറഞ്ഞ അക്ബർ എന്നെ പറയാണ് ആര്യന്റെ വീട്ടുകാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ മാറിക്കിടക്കാന്ന് ചിന്തിച്ചപ്പോ, നീ അങ്ങനെ മാറിക്കിടക്കരുത് കേട്ടോ. നീ അങ്ങനെ മാറിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾ മറ്റേത് വിചാരിക്കില്ല എന്നുള്ളത്. മറ്റേത് വിചാരിക്കാനൊന്നും ഇല്ല. ഇനി ഞങ്ങളെല്ലാം വിചാരിച്ചു കഴിഞ്ഞു, കാണേണ്ടതൊക്കെ നമ്മൾ കണ്ടും കഴിഞ്ഞു. ആരും പതുക്കെ അങ്ങ് മാറിക്കിടക്ക എന്ന് തീരുമാനിച്ച എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതോട് കൂടിയിട്ട് ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെൺകുട്ടികൾ മറ്റിടങ്ങളിലും ആൺകുട്ടികൾ വേറിടങ്ങളിലും അങ്ങ് കിടക്കുക, അതല്ലേ അതിൻ്റെതായ ഒരു രസം. ഇതിനിടയിൽ നമ്മുടെ ബിന്നി ചേച്ചിയുടെ ഭർത്താവ് എണീറ്റ് അങ്ങ് പോയി. ആൾക്ക് നന്നായിട്ട് കത്തിയതാണല്ലോ പുറത്തുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് പറയാൻ പാടില്ലല്ലോ. അതൊക്കെ അവിടുന്ന് സ്കൂട്ടായി പോയി. ആ നെക്സ്റ്റ് ക്ലിപ്പാം. ഞാനെല്ലാം കാണുന്നുണ്ട്. അവന് നേരത്തെ പറഞ്ഞായിരുന്നേ, ഗിസേലിന്റെ അമ്മ പറഞ്ഞതാ, നീ എന്തിനാ നിന്റെ തുണിയൊക്കെ കഴുകാൻ ആ ചെക്കനെ കൊടുക്കണത്? ഞാൻ പറഞ്ഞിട്ട് കഴുകണമെന്നില്ല, അവനെടുത്ത് കഴുകുന്നതാണ് എന്നുള്ളത്. കിട്ടിയല്ല, ഒണിയലൊക്കെ പറഞ്ഞ പോലെ നല്ല പണി കിട്ടിയല്ല. അവള് മൂടും തട്ടി അങ്ങ് പോവും, ഇവൻ അങ്ങ് പുറത്താവും. കറക്റ്റ് സംഭവം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അമ്മ വന്നിട്ട് ആര്യന് കൈ കൊടുത്തില്ല, ആര്യനോട് സംസാരിച്ചില്ല. പിന്നെ പൊതുവെ ഗിസേലിന്റെ അമ്മ ഒരു പ്രത്യേക ടൈപ്പാണ്. എല്ലാവരോടും അല്ലാണ്ട് മിങ്കിളാവണമെന്നില്ല. അവർക്ക് ആകെ സംസാരിക്കാനുള്ളത് മകളോട് മാത്രമാണ്. മകൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്റെ ഉടുപ്പ് എവിടെ, എനിക്ക് ഉടുപ്പിടാത്ത തട്ടക്കം വയ്യ, എന്റെ മേക്കപ്പ് എവിടെ, എനിക്ക് മേക്കപ്പ് വേണം. ഈ ഒരു സാധനം മാത്രമേ ഗിസേലിന് പറയാനുള്ളൂ. എന്നാലും എന്റെ ആര്യ, നീ ആ തുണിയൊക്കെ കഴുകി കൊടുത്തിട്ടും ഒരു കുണവുണ്ടായില്ലല്ലോ. ഗിസേല് കാലുവാരിയടേ, കാലുവാരി. എനിക്ക് അങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ അവിടെ കിടന്നാൽ മാത്രം ഉറക്കം വരില്ല. എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ ഇല്ല. ഞാൻ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, മനസ്സിലായ? ഇപ്പോഴാണോടാ ബോധോദയം? ആ ഒരു പെൺകുട്ടി എല്ലാ കുൽസിതങ്ങളും കണ്ടിട്ട് അത് വിളിച്ചു പറഞ്ഞപ്പോഴും നിനക്കൊന്നുമില്ല. ഞാൻ പലരുടെയും കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, എന്റെ പുതപ്പിനുള്ളിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചവനാ പറഞ്ഞത്. ഞാൻ ഗെയിം കളിക്കാനാ വന്നത്. ആ ബോധം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് കളിക്കുമായിരുന്നുവെങ്കിൽ നിനക്ക് ഇത്ര ചീത്തപ്പേരുണ്ടാവില്ല. അല്ലല്ലേ? ഇത് തന്നെ അല്ലടേ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, മാറി ഒന്ന് കിടന്നാൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. അതൊന്നും ഓന് പറ്റൂല, പറയുന്നില്ല. ഇപ്പൊ കിടന്ന് കൊണക്കുന്നു. എനിക്ക് അവിടെ ആരൊന്നും പ്രൂവ്, എനിക്ക് അവിടെ കിടക്കാം, എന്റെ എല്ലാ സാധനങ്ങളും മാറ്റിയുടെ കിടക്കാം. അങ്ങനെ ബോണ്ട് ഉണ്ടായിക്കോട്ടെ. അപ്പൊ എനിക്ക് എവിടെ നിന്ന് കിടക്കാൻ പറ്റും നിന്റെ കൂടെ? ബോണ്ട് ഉണ്ടായിക്കോട്ടെ കേട്ടോ. മസാല ബോണ്ടേ, ഇനി വേറെ വല്ല ബോണ്ടേ, അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിക്കോ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഇവിടെ ഗിസേലിന്റെ അമ്മ അതേപോലെ ആര്യന്റെ അമ്മ എല്ലാവരും ഹിന്റ് കൊടുത്തു, അല്ലെങ്കിൽ ആ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതൊന്നും കൂടാതെ പുറത്തുനിന്ന് മുന്നേ വന്ന ആളുകൾ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ച, അത് ആര്യനും ഗിസേലും പല ഇടങ്ങളിൽ വെച്ചും ചർച്ച ചെയ്തു. ഇന്ന് തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചേർത്ത് വെച്ചുകൊണ്ട് ഞമ്മക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മൂലക്കിരുന്ന് എന്തൊക്കെയോ കണച്ചിരുന്നു. ഒക്കെ തന്നെയാന്നുള്ളതാണ്. പുറത്തേക്ക് നെഗറ്റീവാണ് മോളെ. നമ്മൾ കേരളത്തിലാണ് കളിക്കണം മോളെ. കേരളത്തിലെ ആളുകൾക്കൊന്നും ഇഷ്ടാവില്ല മോളെ. ഇത്രയും നാൾ ഇവര് ആരാണ് വോട്ട് കൊടുത്തിരുന്നത്? ഈ ബംഗാളികളൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ മലയാളം ബിഗ് ബോസ് നശിപ്പിക്കുന്നതായി തോന്നുന്നത്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആര്യൻ ഇപ്പൊ കിടക്കാൻ പോണ ആരുടെ കൂടെയാണ്? അക്ബറിന്റെ കൂടെ. ഈ അക്ബർ എന്താണെന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു തരുന്നുണ്ട്, ഒന്ന് കേക്ക്. ഇല്ലാത്തപ്പോ തന്നെ നോക്കണം, കുളിക്കണം. അല്ലാതെ
എന്റെ പൊന്നു മോൻ ആരോഗ്യമൊക്കെ നോക്കണോ, ഡ്രസ്സൊക്കെ തിരുമ്പണോ, പിന്നെ വല്ലപ്പോഴൊന്ന് കുളിക്കണം എന്നുള്ളത്. ആര്യാ നീ ഇവന്റെ കൂടെയാണ് കിടക്കാൻ പോണത്. ഇവൻ വല്ലപ്പോഴേ കുളിക്കാറുള്ളൂ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഉമ്മ ഒന്ന് പറയണം, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇവൻ തിരുമ്പാറില്ല, കുളിക്കാറില്ല, നനക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പൊന്നുമ്മ അങ്ങനെ വല്ലപ്പോഴേ കുളിക്കാൻ പറ്റുള്ളൂ, അതിന് എപ്പോഴും കുളിക്കാനൊന്നും പറ്റൂല. ബിഗ് ബ്ലൂസ് കുറച്ച് വെള്ളം എഴുതുന്നുണ്ട്, ഒരു 1/2 ബക്കറ്റ് വെള്ളം, അതുകൊണ്ട് കാര്യം സാധിക്കണം എന്നാണ്. എന്നാലും എന്റെ പൊന്നാര്യ നല്ല ആളെടുത്ത കിടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഹിന്റ് നമ്മുടെ അക്ബർ ഖാനും മമ്മിജി കൊടുക്കുന്നുണ്ട്, കാണാം. അങ്ങോട്ട് പോകണ്ട കേട്ടോ, പോകണ്ട കേട്ടോ. ശരിയാവില്ല അതൊക്കെ. അത് ശരിയാണ്. ഷാനവാസിന്റെ അടുത്തേക്കൊന്നും പോണ്ട കേട്ടാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചക്ക പിടിച്ച് മാന്തു കിട്ടാ. അതുകൊണ്ട് അങ്ങോട്ട് പോകരുതിട്ടാ എന്നുള്ളതാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു? അതല്ല, അവിടെ സിഗരറ്റ് വലിക്കുന്ന ഒരു കോർണർ ഉണ്ട്. ആ കോർണറിലേക്കൊന്നും പോവല്ല മോനെ, ആളുകൾ തെറ്റിദ്ധരിക്കുട്ടാ എന്നാണ് മമ്മിജി പറഞ്ഞത്. പക്ഷെ എന്റെ പൊന്നു മമ്മിജി, ഇനി തെറ്റിദ്ധരിക്കാനൊന്നുമില്ല, എല്ലാം ശരി ധരിച്ചിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. നല്ല വെടുപ്പ് പയ്യനാ, നല്ല അടിപൊളി സംസാര ശുദ്ധിയുള്ള മനുഷ്യനാ. തീട്ടപ്പെട്ടിയിൽ നിന്ന് തുടങ്ങിയതാണ്, പിന്നെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നെന്ന് ഓനെന്നൊരു പിടിയില്ല. അങ്ങനെ അടിപൊളി നാക്ക്, നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഇവിടെ വന്നിട്ട് അവന്റെ പാട്ട് കൊണ്ട് പോലും ആളുകളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് അവന്റെ കോഞ്ഞാട്ടിലെ ഒരു പേരടി. ബോംബെ नहीं जा रहे हो मम्मी, मेरे कुछ यहाँ पे कपड़े नहीं आ रहे हैं, എന്റെ തുണി വന്നില്ല, എന്റെ ഒന്നുമില്ല മമ്മി, നീ ഇങ്ങനെ മമ്മി ആരുണ്ട് എന്റെ ഹെൽപ്പ് ചെയ്യാൻ? എന്റെ പൊന്നമ്മച്ചി, കുറച്ച് മെനയുള്ള കുറച്ച് ഡ്രസ്സ് കൊടുത്തു വിട്. ഫാമിലി ആയിട്ടൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ മാറി എന്നാണ് കമന്റ് ബോക്സ് കിടക്കുന്നത്. അതായത് അത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടില്ലെന്ന് ഒന്നും കൂടി നോക്കേണ്ട അവസ്ഥയാണെന്നുള്ളതാ. എന്റെ പൊന്നമ്മച്ചി, കുറച്ച് തുണി വാങ്ങി കൊടുക്കണം കേട്ടോ. വെറുതെ അല്ല, ഡ്രസ്സ് വീട്ടിൽ നിന്ന് മമ്മിജി കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നത്. ചെ നമ്മൾ വെറുതെ ഗിസൈലി മോളെ തെറ്റിദ്ധരിച്ച്. എന്തായാലും ഗിസൈലി മോൾ ഉള്ളത് കൊണ്ട് കുറെ യുവമിഥുനങ്ങളും കുറെ അമ്മാവന്മാരും ഒക്കെ നന്നായിട്ട് ബിഗ് ബ്ലൂസ് 24/7 കാണുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ അത് ഞാൻ മമ്മിക്ക് ഒന്ന് പോകാൻ പാടില്ല ബോംബെ? ആര് പറഞ്ഞു 40 ദിവസം മാത്രം പോകുന്നുണ്ട്? 40 ദിവസം ഇപ്പൊ ഇനി തരിക്കും 40 ദിവസം. ചിലോ ഞാൻ വന്നിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് പോയിക്കോളാം. എന്ത് ചെയ്യാൻ അവിടെ ചെന്നിട്ട് മേക്കപ്പും കൊള്ളത്തില്ല, എന്നാ മേക്കപ്പ് ആണ് ചെയ്തത്? അതൊക്കെ പോയി അന്നേരം അവര് ഇവിടെ വന്നപ്പോ ഞാൻ ഓർത്തൊന്നും ടച്ചപ്പ് ചെയ്യണമെന്ന് അവരതൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. എന്റെ പൊന്നു ബിഗ് ബ്ലൂസേ, ആ മമ്മിജിക്ക് കുറച്ച് പൊട്ടി അടിച്ച് കൊടുക്കായിരുന്നില്ലേ? മേക്കപ്പ്, ഡ്രസ്സ്, ഈ രണ്ട് സാധനമാണ് ആ മമ്മിജി അവിടെ വന്നതിന് ശേഷം ഇവള് വായ കൊണ്ട് ചോദിച്ചിട്ടുള്ളതിനെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. മമ്മിജിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എന്തിനാ മമ്മി ഇവിടെ നിന്നത്? മമ്മിക്ക് ബോംബെയിലോട്ട് പൊക്കൂടെ? എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? എനിക്കുള്ള ഡ്രസ്സുകളൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ല മമ്മിജി. എന്റെ പൊന്നു മമ്മിജി, എന്തായാലും ചെന്നൈയിലല്ലേ, ആ ചെന്നൈ മാർക്കറ്റിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറച്ച് ഉടുപ്പ് വാങ്ങി കൊടുക്ക്. പാവത്തിന് ഒരു മെനയുള്ള ഒരു ഡ്രസ്സ് കിട്ടാതെ കുറെ കാലം നടക്കണ്. പട്ടികളിൽ കൊണ്ടുപോവാ. പട്ടികളെ കൊണ്ട് ഇപ്പൊ എങ്ങനെ പോണേ? പ്ലീസ് പോ, എന്താ ഞാൻ വരുന്നില്ല മമ്മി, ബോംബെ പോ. വീട് ആർക്ക് കൈ കൊടുത്തിട്ട്? ഏത് വീട്? പൂട്ടിയിട്ട് പോയി. ഇനി എന്താ വീടിന്റെ പ്രോബ്ലം? എന്തൊക്കെയാണ് പ്രശ്നം? എന്തൊക്കെ നടക്കുന്നില്ലല്ലോ. പട്ടികളേറ്റ് പോകും. ഗിസൈലിന് പല പട്ടിക്കച്ചവടമാണ്. പട്ടികളെ കേട്ട് തിരിച്ച് ബോംബെ പോവാന്. ബോംബെയിലേക്ക് ഞാൻ എങ്ങനെ പട്ടിയായിട്ട് പോകും? മോൾ ഇവിടെയല്ലേ, മോൾ ഇറങ്ങ്, ഈ ആഴ്ച ഇറങ്ങുമ്പോൾ ഒരുമിച്ച് പോവാട്ടാ. എന്നിട്ട് ഒരുമിച്ച് പോട്ടെ. അതാണ് മമ്മിജി കാത്തിരിക്കുന്നത്. മോളെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകും, നീ വാ. അതവിടെ പൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിക്കാണ്. എന്തായാലും നല്ലതാ, ഈ ആഴ്ച ഒരുമിച്ച് പോവാ. പ്ലീസ് ബോംബെ പോ. എനിക്ക് എന്റെ മേക്കപ്പ് എല്ലാം അവിടെ ഇരിക്കണം. എനിക്ക് മേക്കപ്പ് വേണം, എന്റെ മേക്കപ്പ് തീർന്ന, എന്റെ മസ്കാര ഇല്ല, എല്ലാം മേക്കപ്പ്. എനിക്ക് വിറ്റമിൻ സി സിറം, സിറമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് പറയണേ ഞങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ കൊടുത്തില്ല മമ്മി. ഹെയർ എക്സ്റ്റൻഷൻ മുംബൈ ബാംഗ്ലൂർ ഒരു കാര്യം ചെയ്യും, ഇവിടെ പോയിട്ട് ഈ ക്രൂവില് ഒരാൾക്ക് ഫോൺ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളായിട്ട് പൂരപ്പറമ്പിൽ പോയ അവസ്ഥയെ. എനിക്ക് ഐസ്ക്രീം, എനിക്ക് ബലൂൺ, എനിക്ക് അത് ഇത് പറഞ്ഞ കുട്ടികൾ കിടന്ന് കരയല്ല. അതേപോലെ എനിക്ക് ആനപ്പിണ്ണം കിട്ടിയില്ല പോലും. എന്റെ പൊന്ന് മമ്മിജി, ഈ ഒരു ചാക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടല്ലേ അങ്ങോട്ട് വരേണ്ടിരുന്നത്. അല്ലാതെ അവിടെ തിന്നാനുള്ള സാധനങ്ങൾ ഈ പെൺകൊച്ചിന് വേണ്ട. ആകെ വേണ്ടത് മേക്കപ്പും കുറച്ച് വസ്ത്രങ്ങളും. ആകെ തുച്ഛമായി ഈ 2 കാര്യമല്ലേ ചോദിച്ചോളൂ. അതെങ്കിലും കൊടുക്കണ്ടേ? ഛേ, വളരെ മോശട്ടോ. ഇങ്ങനെയുണ്ടോ മമ്മിജി? ഗിസയിലെ എന്നാലും കുഞ്ഞ കുട്ടികളെ പോലെ ഇങ്ങനെയൊക്കെ കരയണത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ആത്മാർത്ഥ ഗെയിമിലൊക്കെ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുന്നുള്ളതാണ്. കേരളത്തിൽ താമസിക്കുന്നത് ഇപ്പം? मम्मी क्यों आप बॉम्बे नहीं जा रहे हो? मम्मी मेरे कुछ यहाँ पे कपड़े नहीं आ रहे हैं, എന്റെ തുണി വന്നില്ല, എന്റെ ഒന്നുമില്ല മമ്മി. എന്തായാലും എന്റെ പൊന്നു മോളെ, ഇങ്ങനെയുണ്ട് ആൾക്കാര്. കുറച്ച് തുണിയും വന്നില്ല, മേക്കപ്പും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ അടിച്ചോടിക്കുന്ന
എടുത്ത് കരയണം, സ്കൂളിൽ പോകണ്ട. എനിക്ക് അത് ഓർമ്മ. അംഗനവാടിക്ക് കുട്ടികൾ ഒരുക്കി കഴിഞ്ഞ കുട്ടികളുടെ ഒരു ചാട്ടിയുണ്ട്, ഈ സാധനം. ഈ വെറുതെ അല്ലത് നെവീന്റെ പഠിച്ചത്. നെവീന്റെ സാധനമാണ് ഇതൊക്കെ, ഈ കാണിച്ചു കൂട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഫാമിലി വീക്കില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് തമാശകൾ നിറഞ്ഞ ഒരു സംഭവം ഇപ്പൊ ഗിസൈലിന്റെ ഫാമിലി വന്നപ്പോ കിട്ടി എന്നുള്ളതാണ്. എന്തായാലും നല്ല ഹിന്റ് കൊടുത്തേ, നീ എന്തിനാ ആരിനെ ഡ്രസ്സൊക്കെ കഴിപ്പിക്കുന്നേ എന്നുള്ളത്. ഇനി നമ്മുടെ ഈ ബിഗ് ബോസിലെ കില്ലാടി ആയിട്ടുള്ള സാബ് മാൻ ഏറി പോണതാണ്, ഒന്ന് കേക്കണട്ടാ. ഞാൻ ഹാപ്പി, ഇനി പോകുന്നെങ്കിൽ ഞാൻ ഹാപ്പി. ഞാൻ ഇത്ര നിന്നിട്ട് അവന് കിട്ടാളെ കിട്ടി. അങ്ങനെ പറയണ്ട, വലിയ കപ്പും കൊണ്ടുപോകണം. ബാത്റൂമിലുണ്ട്, അവിടെ കപ്പുണ്ട്. നിങ്ങൾ വല്ലാണ്ട് കളിയാക്കൊന്നും വേണ്ട. അതിൽ കിടന്ന് കരയണതിൽ ആരൊക്കെയാണത്? ഒന്ന് നമ്മളെ അനിമോളുണ്ട്, പിന്നെ ആദില നൂറ ഉണ്ട്. ഇതിലിപ്പോ ആദില നൂറയിലെ ആദിലയും നൂറയും പോവോ എന്നറിയില്ല. എന്തായാലും പോവാൻ സാധ്യത കിടക്കുന്നുണ്ട്. സാബുമാൻ പോവോ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെയും കൈച്ചലാകാമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ മിക്കവാറും കപ്പിന്റെ അടുത്ത് വരെ എത്താൻ സാധ്യത ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. കാരണം ഈ ആഴ്ചയിലെ നോമിനേഷൻ ഭയങ്കര ടഫാണ്, ഭയങ്കര ടഫ്. ഇതിൽ അനിമോൾ ഉണ്ട്, അതേപോലെ തന്നെ നെവിൻ ഉണ്ട്, ആദിലയും നൂറയും കിടക്കുന്നുണ്ട്, സാബുമാനുണ്ട്, ഒണിയിലുണ്ട്. ഇവരെല്ലാരും കൂടെ വന്നതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ടഫാ. എന്നാൽ ഒണിയില് സാബുമാനാണ് താഴെ കിടക്കുന്നത് വോട്ടിങ്ങിന്റെ കാര്യത്തില്. അത് വലിയൊരു അവസ്ഥയാണ്. അപ്പൊ ലക്ഷ്മി ഉണ്ടല്ലേ, ഇവരൊക്കെ താഴെയാണ് കിടക്കുന്നത്. ആദില നൂറൊക്കെ മുകളിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഫാമിലി വീക്ക് എല്ലാരും വന്നപ്പോ. ഇനിയും ആളുകൾ വരാനുണ്ടല്ലോ അല്ലേ? ഇല്ലേ എന്താ? ഞാനിന്ന് ലൈവ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കുറെ കട്ടിങ് കഷ്ണങ്ങൾ കണ്ടപ്പോ ചിരിച്ചൊരു വിധായി. അതുകൊണ്ട് കൊടുന്ന് ഇട്ടതാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ എന്നാ കൂടെ കൂടിക്കോളെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇവിടെ പോൾ സൈനിങ് ഓഫ്.